നമ്മൾ എത്ര തന്നെ നമ്മൾ എണ്ണപ്പലഹാരം കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും ഈ നോമ്പ് മാസം ഈ നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ വേണമല്ലേ. എണ്ണയിൽ എന്തെങ്കിലും ഒന്ന് വേണം. നമ്മൾ എത്ര വേണ്ടാന്ന് ഒതുക്കി വെച്ചാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് വേണം കഴിക്കുമ്പോൾ. അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സൊക്കെ ഡപ്പായിലാക്കി ഇക്കതാ കൊണ്ടുപോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ നോമ്പ് തുറക്കാൻ പിന്നെ ചെറിയൊരു നോമ്പ് തുറക്കുന്ന ഒരു ചെറിയൊരു വിശേഷമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഒരുപാട് പേര് എൻ്റെ ചാനലിൽ വന്നിട്ട് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ കണ്ടിട്ട് കമൻറ്റ്സ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ്, വലിയൊരു 2 ഉരുളക്കിഴങ്ങ് പിന്നെ കുക്കറിലിട്ടിട്ട് 2-3 വിസിൽ വരട്ടേന്ന് വെച്ചിട്ടുണ്ട്. 4 സവോള ഒന്ന് എടുത്ത് ഇതാ അതിൻ്റെ തോലൊക്കെ ഞാൻ നമ്മുടെ വീട്ടിലെ കോഴികൾക്ക് കൊടുക്കാനാണ് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സവോള തോലൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ ഇതൊരു ഉള്ളി തോല് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് തണുപ്പ് കിട്ടും. പിന്നെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കോഴികൾക്ക് സവോള തോലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ നല്ല പൊടിയായിട്ട് കുഞ്ഞായിട്ട് ഉള്ളിയൊക്കെ നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇല്ലെങ്കിൽ കയ്യിൽ ഈ ചോപ്പറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഒരു പച്ചമുളക്, നമ്മുടെ വീട്ടിൽ അങ്ങനെ ആർക്കും അങ്ങനെ വലിയ എരിവിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എനിക്കൊക്കെ ആദ്യം കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കുക്കർ വിസിലൊക്കെ വന്നു. 2-3 വിസിലൊക്കെ 2-3 വിസിൽ വരുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ്, ഞാനിത് വീഡിയോ എടുത്തതാണ് കേട്ടോ. മുങ്ങുന്ന ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നുള്ളി ഉപ്പും ഇട്ട് കൊടുത്ത് വേവിച്ചതാണ്. പക്ഷേ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഞാൻ കുക്കറിൽ വേവിക്കാനായി വെച്ചിട്ടുള്ളത്. 2 വിസിൽ വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫാക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിന് ചോപ്പ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഈ ഒരു സ്നാക്സ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഭയങ്കര സിമ്പിളാണ്, അത്ര ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് കേട്ടോ ഈ ഒരു സ്നാക്സ്. ഇതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയായിട്ടൊന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ എടുത്തിട്ട് മാറ്റണം. അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ചൂടായാലും ഞാനിത് ചൂടോടെ തന്നെ ഇങ്ങനെ എടുക്കുകയാണ്. കാരണം നമ്മൾ ഇതൊക്കെ തണുത്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാനും നമുക്ക് സമയമില്ല കേട്ടോ. കാരണം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, പ്രാർത്ഥനയുടെ ഒരു മാസമാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്താൽ പോരല്ലോ. നമുക്ക് പ്രാർത്ഥിക്കണം, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് തിരക്കിയിട്ടുള്ള ഓരോ പണികളാണ്. പിന്നെ അപ്പോൾ തോല് ഞാൻ നല്ല ചൂടോടെ തന്നെ തോലൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. നിങ്ങളൊക്കെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ചൂടോടെ ഒന്നും ആരും എടുത്ത് മാറ്റണ്ട. കുറച്ച് ആറിയതിന് ശേഷം ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ എടുക്കുക കേട്ടോ. കൈ ചൂടാവണ്ട, കൈ പൊള്ളും. ഞാൻ എപ്പോഴും പറ്റുന്ന എനിക്കൊരു അബദ്ധം എന്താ അറിയോ, ഈ ഒരു കല്ല് ഞാൻ തിരിച്ച് പിടിച്ചിട്ട് കുത്തും കേട്ടോ. അതെനിക്ക് അറിയില്ല. ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് അയ്യോ തിരിച്ച് പിടിച്ച് കുത്തിയല്ലോ എന്ന് ആലോചിച്ചത്. എപ്പോഴും എനിക്ക് പറ്റുന്നൊരു അബദ്ധമാണ്. എന്തോ ആവട്ടെ, ഉരുളക്കിഴങ്ങൊക്കെ നല്ല പൊടിയായിട്ട് കുത്തിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. പിന്നെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഞാൻ ഒരു പച്ചമുളകല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ ഇടുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എത്രയാണ് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കാനിതാ. പെരിഞ്ജീരകം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ബട്ടറാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുത്ത് പോയി കേട്ടോ ഫ്രണ്ട്സ്. സാരമില്ല അല്ലേ, നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഇട്ട് കുഴയ്ക്കുമല്ലോ നമ്മൾ കയ്യിൽ. അപ്പോൾ ഇതൊക്കെ മെൽറ്റ് ആയിക്കോളും. അപ്പം നമുക്ക് ഇപ്പോൾ സമയമില്ല അതിനൊക്കെ. ഇത് ഞാൻ പുറത്ത് വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ ബട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കുഴച്ചെടുക്കണം. കയ്യിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. സ്പൂണിലിട്ടിട്ട് ഇളക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമ്മുടെ കൈയാണ് നമുക്ക് ബെസ്റ്റ് സ്പൂണ് അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് കയ്യിൽ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് എല്ലാം സെറ്റാക്കി എടുക്കണം. പിന്നെ ഉപ്പൊക്കെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പോൾ എത്ര ഉരുളക്കിഴങ്ങ് എടുത്തോ അതിനനുസരിച്ച് പോലെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഒരു അളവൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. അതുപോലെ പച്ചമുളക്, നമുക്ക് അത്ര എരിവൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ എരിവ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇക്കാക്ക് കുട്ടികൾക്കൊന്നും എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ശീലിച്ച് പോയി. ഇപ്പോൾ എനിക്കും എരിവ് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇതാ ഞാനിട്ട് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറും എല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചൂടോടെ തന്നെ ഞാനിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു ചൂടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ തണുത്താലും സാരമില്ലല്ലോ. ബട്ടർ തണുത്താലും കുഴപ്പമില്ല, എല്ലാം കൂടി ആവുമ്പോൾ മെൽറ്റ് ആയിക്കോളും. എല്ലാം കൂടി ഇട്ടിട്ട് നല്ല കുഴയ്ക്കുക. നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഈ ഒരു സ്നാക്സ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, ഇക്കാക്ക് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ ഈ ഒരു സ്നാക്സ്. ഇതാ ഞാനിങ്ങനെ ഒന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ കുഴച്ചിട്ട് ഈ ഒരു ലെവലിൽ എല്ലാം നമുക്കൊന്ന് ആദ്യം സെറ്റാക്കി വയ്ക്കണം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇങ്ങനെ സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എല്ലാവരും കണ്ടോളൂ, ഇങ്ങനെയാണ് സെറ്റാക്കി വയ്ക്കുന്നത്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടി ഇങ്ങനെ സെറ്റാക്കി വയ്ക്കാം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സാണ്. നമുക്ക് വേറെ പുതിയതായിട്ട് അത് വേണം ഇത് വേണം അങ്ങനെയൊന്നുമില്ലല്ലോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പം നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് ഒരു സ്നാക്സ്. അപ്പം നമുക്കിങ്ങനെ ഉരുട്ടി ഇതുപോലെ നീളത്തിൽ ഈ ഒരു ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കാം. പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇതുപോലെ ആക്കി വയ്ക്കണം. എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് പുതിയ ഫ്രണ്ട്സുമാരൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേര് ഷോർട്സിലൂടെയാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. ലോങ് വീഡിയോ കാണുക കേട്ടോ ഫ്രണ്ട്സ്. ഷോർട്സ് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരുപാട് പേര് വരുന്നവരോട് പറയാണ് ലോങ് വീഡിയോ കാണുക കേട്ടോ. പിന്നെ എന്താണ് ബ്രെഡ്. ഇനി ബ്രെഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു. പിന്നെ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രെഡ്. അപ്പോൾ ഈ കുറച്ച് ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് വെച്ചിട്ട് വേണം നമുക്കിനി അടുത്ത സ്റ്റേജ് തുടങ്ങാൻ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 4 ഭാഗമുള്ള ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഷോർട്സ് വീഡിയോ കണ്ടിട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഷോർട്സ് വീഡിയോ ഞാൻ പോയി നോക്കുമ്പോൾ അവർക്ക് ലോങ് വീഡിയോ ഉണ്ടാകും. ഷോർട്സ് വീഡിയോ മാത്രം ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ലോങ് വീഡിയോ ഉണ്ടാവും. എന്നിട്ട് അവർ ഷോർട്സ് വീഡിയോ കണ്ടിട്ടാണ് നമ്മളുടെ അടുത്ത് വന്നിട്ട് സപ്പോർട്ടൊക്കെ ചോദിക്കുന്നത്. ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതെ ഞാനെല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഈ ചെറിയ പീസൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യുക, ഒന്ന് പൊടിക്കണം. മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് കാണുമ്പോൾ ഇതെന്താ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ചില ഫ്രണ്ട്സുമാർക്ക് തോന്നും. പക്ഷേ ഇതൊക്കെ ഭയങ്കര ഒരു ഈസിയാണ് കേട്ടോ. അപ്പം നോയമ്പ് സമയത്തൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഉഷാറാണ് കേട്ടോ.
അല്ലാത്ത സമയത്ത് ചെയ്യാൻ എനിക്ക് ഭയങ്കര കുറച്ച് മടിയാണ്. പക്ഷെ നോൻപ് സമയത്തൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഉഷാറാണ് കേട്ടോ. ഇത് പറഞ്ഞില്ലല്ലോ, ഇതാണ് കുറച്ച് മൈദ മാവ് കേട്ടോ. ഇത് കുറച്ച് മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസായിട്ട് നല്ല ഒന്ന് ഇളക്കി ഒന്ന് നമുക്ക് നല്ല ഇങ്ങനെ ഇളക്കി ഈ ഒരു ലെവലിലാക്കി വെക്കാം. ഇനി അടുത്ത പരിപാടി എന്താണ്, നമ്മൾ ഈ ബ്രെഡ് ഉണ്ടല്ലോ, വട്ടത്തിൽ മുറിച്ച ഈ ബ്രെഡ്, അതിൽ നമുക്ക് ആ മൈദ കുറച്ച് കലക്കി വെച്ചില്ലേ, ആ മൈദയിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇട്ടില്ലെങ്കിൽ വിരോധമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അത് പറ്റിയില്ലെങ്കിൽ കുറച്ചും കൂടി ആ മൈദ എടുത്തിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഈ ഒരു ലെവലിൽ എല്ലാവരും ആക്കിയെടുക്കണം. ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ ഭാഗം ഒന്ന് മൈദ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ലിങ്ങൊക്കെ ആക്കി ഈ ഒരു ലെവലിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കണം. കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇത് വന്നിട്ട് നമുക്ക് ഈ മൈദ നമ്മൾ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചില്ലേ, ലൂസായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചില്ലേ, അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ബ്രെഡ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുട്ടി എടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടി ബ്രെഡിൽ മുക്കി എല്ലാം നമുക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ്. ഇത് ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഫ്രണ്ട്സ്. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ ഞാനിതാ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ സെറ്റാക്കി വെക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ഇങ്ങനെ മൈദ ഒഴിച്ച് കൊടുത്തിട്ട് ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അമർത്തി ബ്രെഡ് ഇങ്ങനെ മുക്കിയെടുത്ത് മുകളിലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി പരട്ടിയെടുത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഞാനൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ കുറച്ച് ഫ്ലെയിം കുറവാക്കി വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കണ്ട. എന്താ അറിയോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളിലുള്ളതൊന്നും ശരിക്കും അങ്ങനെ വേവില്ല. ഉരുളക്കിഴങ്ങൊക്കെ വെന്തായി, എന്നാലും കുറച്ച് സ്റ്റൗ കുറവാക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണയിൽ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഗോൾഡ് വിന്നർ ആയാലും വേറെ ഏത് ഓയിലായാലും വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ ഏത് ഓയിലാണ് ആ ഓയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞെന്ന് മാത്രം. നമ്മുടെ വീട്ടിൽ ഏത് ഓയിലായാലും അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ഓരോന്നായിട്ട് ഓരോന്നാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വേഗം എടുത്ത് മാറ്റണം. അതിനാണ് സ്റ്റൗ കുറവാക്കി വെക്കുന്നത് കേട്ടോ. പെട്ടെന്ന് കൂട്ടി വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കരിഞ്ഞു പോയാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റായിരിക്കും, ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് എടുക്കണം. എടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രം കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി. ഇല്ലെങ്കിൽ അതിലിങ്ങനെ എണ്ണ നിൽക്കും. അപ്പോൾ ഒരു എണ്ണ പോവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ജസ്റ്റ് കൂട്ടി വെച്ചിട്ട് വേഗം എടുക്കണം. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ സ്നാക്സ്? ഭംഗി മാത്രമല്ല ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ.
സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ ഞാനിതാ ഓരോന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അവിടെ ഉരുട്ടി പുരട്ടിയൊക്കെ വെച്ചില്ലേ നമ്മൾ, അതിനെ നമുക്ക് ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ എണ്ണ വേഗം പോകുമല്ലോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര തന്നെ നമ്മൾ എണ്ണപ്പലഹാരം കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും ഈ നോമ്പ് മാസം ഈ നോൽമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ വേണമല്ലേ, എണ്ണയിൽ എന്തെങ്കിലും ഒന്ന് വേണം. നമ്മൾ എത്ര വേണ്ടാന്ന് ഒതുക്കി വെച്ചാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് വേണം കഴിക്കുമ്പോൾ. അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതാ നമ്മളെല്ലാം സെറ്റാക്കി കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്നാക്സൊക്കെ ഡപ്പായിലാക്കി ഇക്കഥ കൊണ്ടുപോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത്. പള്ളിയിൽ കുറച്ച് ഫ്രണ്ട്സ്മാരൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് അവർക്കൊക്കെ കൊടുക്കാനും പിന്നെ ഇടയ്ക്കൊക്കെ ഇക്ക അങ്ങനെ പള്ളിയിൽ വാങ്ങൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ നോൽമ്പായിട്ട് ഇക്കയാണ് പള്ളിയിൽ വാങ്ങ് കൊടുക്കുന്നത്. അപ്പോൾ അതാ അതിനൊക്കെ പോയിട്ട് വാങ്ങ് കൊടുത്തിട്ട് അവിടെ നിന്ന് നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ്മാർക്കൊക്കെ കുറച്ച് സ്നാക്സൊക്കെ എടുത്തിട്ട് പോവുകയാണ്. പിന്നെ അപ്പോൾ ഞാൻ എന്താ കുറച്ച് വാട്ടർ മെലനും കൂടി ജ്യൂസ് അടിച്ചു കേട്ടോ. പിന്നെ എന്താണ് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മാവൊക്കെ ആയിട്ട് ഞാൻ ഓരോന്ന് കാണിക്കുന്നുണ്ട്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ, അയ്യോ ഞാൻ കൈ കഴുകിയില്ലല്ലോ. കാരണം എനിക്ക് കൈ കഴുകാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കാരണം നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ നമ്മൾ ഓരോ പണികൾക്കിടയിൽ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യല്ലേ, അപ്പോൾ കൈ കഴുകാൻ മറന്നുപോയി. പിന്നെന്താണ്, അപ്പോൾ ഇതാ കയ്യിലൊക്കെ മാവൊക്കെ ആയിട്ട് ഓരോ പണിയൊക്കെ ചെയ്യാണ്. വാട്ടർ മെലൻ ജ്യൂസൊക്കെ അടിച്ചു. പിന്നെ അപ്പോൾ നമ്മുടെ നോമ്പ് തുറ വിശേഷം, ഒരു ചെറിയൊരു നോമ്പ് തുറ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ചെല്ലാം സെറ്റാക്കി. ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, എല്ലാം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ, ഇനി എല്ലാം കട്ട് ചെയ്യണം. പിന്നെ പറയാൻ മറന്നുപോയി, നമുക്ക് പള്ളിയിൽ കഞ്ഞിയൊക്കെ കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ പള്ളിക്കഞ്ഞി. കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റാണ്. പള്ളിയിൽ നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഇവിടുന്ന് കഞ്ഞിയൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് കഞ്ഞിയൊന്നും ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറില്ല കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന ശേഷം നമ്മൾ ത്രാവിയ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് ചിക്കൻ കറിയും പിന്നെ ഇടിയപ്പം നൂലിപ്പുട്ടുമാണ് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല, അതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എൻ്റെ ചാനലിൽ ഒരുപാട് ചിക്കൻ കറിയുടെ വീഡിയോസ്, എൻ്റെ ചാനൽ റെസിപ്പി വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഒന്ന് കയറി കാണാം. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ചിക്കൻ കറിയുടെ ഒരു ലിങ്ക്, ഒരു റെസിപ്പിയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ റെസിപ്പി ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഒരുപാട് ഉണ്ടല്ലോ എൻ്റെ ചാനലിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ നോമ്പ് തുറ വിശേഷങ്ങൾ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. ബൈ.